അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്മസ് വരവായിരിക്കുകയാണ്. ആ ക്രിസ്മസിനെ നമുക്ക് എല്ലാവർക്കും കൂടി വരവേൽക്കാം. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ആദ്യമായി ഈ വേദിയിലേക്ക് നമ്മുടെ മാനേജിംഗ് ഡയറക്ടറായ ജിനി മിസ്സിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിൻസിപ്പളായ സരിക മിസ്സിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സൗമ്യ മിസ്സിനെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്മസിന്റെ രണ്ട് സന്ദേശങ്ങൾ പറയുവാനായി ഏറ്റവും സ്നേഹത്തോടെ ജനിച്ചതിനെ സ്വാഗതം ചെയ്യുന്നു. എന്താണ് നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിനാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് കൊണ്ടാടുന്നത്. യേശു പറഞ്ഞൊരു വാചകം പറഞ്ഞ് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. അതുകൊണ്ടാണ് വെള്ള വസ്ത്രം എന്തിനെ സൂചിപ്പിക്കുക? ലോകത്തിൻ്റെ പ്രകാശത്തെ സൂചിപ്പിച്ചാണ് നമ്മൾ വെള്ള വസ്ത്രം ഇടുക. വെള്ളയും ചുവപ്പൊക്കെയാണ് ക്രിസ്മസിൽ ഇടുന്ന ഡ്രസ്സുകൾ. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന ക്രിസ്മസാണ് ലോകമെമ്പാടും. ക്രിസ്ത്യനെന്നും മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ഒന്നുമില്ല, എല്ലാ ജാതിക്കാരും ഒരുപാട് കൊണ്ടാടുന്ന ഒരു ആഘോഷം കൂടെയാണ് ക്രിസ്മസ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശകൾ ആശംസിച്ചുകൊണ്ട് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ എല്ലാവരും അതായത് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഓരോ മൊമെൻറ്റും നിങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പാകത്തിന് ഒരു മെമ്മറീസ് ഉണ്ടാവാൻ പാകത്തിന് എടുക്കുക. അതേപോലെ ഇവിടെ നിന്ന് ഓരോ പ്രോഗ്രാംസും നിങ്ങൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, കാരണം കൊച്ചു വീട്ടിൽ പനിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ടെൻഷൻ ഉള്ളില്ല. അപ്പോൾ നല്ലോണം എൻജോയ് ചെയ്യുക. ഞാൻ അവസാനം വരെ ഉണ്ടാവത്തില്ല. അപ്പോൾ വെക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇനി. അപ്പോൾ അതും നിങ്ങൾ എൻജോയ് ചെയ്യുക. മാക്സിമം ബോർഡറിൽ എല്ലാം പോവുക. കാരണം നിങ്ങൾക്ക് ഇനി ജോലിയിലേക്ക് അടുത്ത പ്രാവശ്യം കയറേണ്ടി വരും. കാരണം അടുത്ത നവംബർ തൊട്ട് ഇനി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് എവിടെയും പോകലൊക്കെ കണക്കായിരിക്കും. അപ്പോൾ ഈ ഒരു വെക്കേഷൻ നല്ലോണം എൻജോയ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെയും കോളേജ് ഡേ പേരിൽ ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമുക്ക് ഇത് ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഇത് മൂന്നാമത്തെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. മൂന്നാമത്തെ ബാച്ച് കഴിഞ്ഞത് നാലാമത്തെ ബാച്ചാണ് നിങ്ങൾ. നാലാമത്തെ ബാച്ചിൻ്റെ നമ്മുടെ 3 സെലിബ്രേഷൻ കഴിഞ്ഞ് നാലാമത്തെ ബാച്ചിൻ്റെ സെലിബ്രേഷൻ ഇപ്പം നമ്മൾ ആഘോഷിക്കുകയാണ്. അതേപോലെ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് മറ്റുള്ള കുട്ടികൾ, അതായത് നിങ്ങളുടെ സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സും ഇറങ്ങിപ്പോയതുപോലെ തന്നെ നല്ല സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി തന്നെ നിങ്ങളും ഈ ക്രിസ്മസ് ആഘോഷിച്ച് നല്ല ഒരു പുതുവർഷത്തെ വരവേറ്റ് നിങ്ങൾക്കും പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ.
വേദിയിലേക്ക് ക്ഷണിക്കുന്നു.